ഡാ ആ ലൈറ്റ് അടിക്കടാ, മുഖത്തേക്ക് അടിക്കടാ. ഏയ് ഏയ് എടാ ആളുടെ അവൻ കല്ലറയുടെ മേളിൽ കയറിയിരിക്കുകയാണല്ലോടാ. ചേട്ടാ അവൻ നല്ല വെയില കേട്ടോ, നമുക്ക് വന്ന കാര്യം സാധിക്കാന്നേ. ഡീ ഒച്ച ഉണ്ടാക്കല്ലേ, 10 മിനിറ്റ് മതി. എന്താ ഇത്? അതൊരു പാവല്ലേ? ഒച്ച ഉണ്ടാക്കല്ലേ, എന്താ ചെയ്യുന്നത്? കാല് പിടിക്കണം. അങ്ങനെ ചെയ്യരുത്. കിടക്കാം, ശബ്ദം ഉണ്ടാക്കരുത്. ബലം പിടിക്കുന്നു. ഒന്ന് ചെയ്തെന്ന് പറഞ്ഞ നേരെ നടക്കാൻ മേല, എന്നിട്ട് അവൻ ബോട്ടിലുമായിട്ട് വരുന്നത്. അടിയിടാ അവനെ. അവിടെ ഇരിക്കും, ഞാനിപ്പോൾ വരാം. ഡ്രസ്സ് മാറ്റിക്കോളൂ. താങ്ക്സ്. നിന്റെ പേരെന്താ? ഈശ്വരി. ഈ നടന്നു ഒന്നും ആരോടും പറയണ്ട, ഈ ലോകം വിശ്വസിക്കില്ല. കാണാതെയും കേൾക്കാതെ ഓരോന്നൊക്കെ പറയും. ഈ നാട്ടില് പഴി പറയുവാനല്ലാതെ വേറെ ഒന്നും പറയാനറിയില്ല. രാത്രി 7 മണിക്ക് ശേഷം അച്ഛനും അമ്മയും ഇല്ലാതെ തനിച്ചു പോവാൻ പാടില്ല, മനസ്സിലായോ? പോയിക്കോളൂ. ഒന്ന് പേര് പറയോ? അണ്ണാതുര. ഹലോ. ഹലോ, ഞാൻ ഈശ്വരിയാണ് സംസാരിക്കുന്നത്. ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അച്ഛൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആവുക. ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകുന്ന വിവരം പറഞ്ഞിട്ട് പോവാന്ന്. സമാധാനമായിട്ട് പോയിട്ട് വാ. നന്നായിട്ട് പഠിക്കണം, അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കണം. എന്നാ ഞാൻ വരട്ടെ. ഒരു നിമിഷം പോലും എനിക്ക് നിങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഏത് നേരം നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നീ സന്തോഷമായിട്ട് ജീവിക്കേണ്ട കുട്ടിയാ. ഞാൻ ജീവിതം വെറുത്തേക്കുന്ന ആളാ. കുടിച്ചു കുടിച്ച് കുടലെല്ലാം ഇല്ലാതായി. നിനക്ക് പറ്റിയ ആളല്ല ഞാൻ. നീ പൊയ്ക്കോളൂ. അനുസരിക്കില്ലേ നീ? നീ പോയി ചാകടിന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യും. പോയിക്കോളാനല്ലേ പറഞ്ഞേ. അപ്പൊ എങ്ങനെ പോവാതിരിക്കും? അച്ഛൻ നിൽക്കുക, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. മാമ ഒന്ന് നിന്നേ. ഓട്ടോ ചേർത്തി കൊടുത്തേ മോളെ. ശരി അച്ഛാ. സുഖം തന്നെയല്ലേ മാമ? നിനക്ക് സുഖം തന്നെയല്ലേ? ചേട്ടാ, ചേട്ടന്റെ കയ്യിൽ 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? എന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ടൊക്കെ? മോൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. ചെറുക്കനോ? അതെ, ഞാനും ഒരു മരുമോളെ നോക്കിയാ വന്നത്. മരുമോളെ അന്വേഷിച്ചു. മോൻ വന്നിട്ടുണ്ടോ? നിന്റെ മോള് വന്നിട്ടുണ്ടോ? മോനെ കണ്ടില്ലല്ലോ. എവിടെ? അവനോ? അതെ. നമസ്കാരം.
മാമന്റെ മോൻ നല്ല സുന്ദരനാണല്ലോ. നിന്റെ മോൾക്കെന്താ കുഴപ്പം? സുന്ദരിയല്ലേ? പേര് രേവതി എന്നാ. എന്റെ മോന്റെ പേര് തമ്പിതുരേ, PT മാസ്റ്ററാ. ആഹാ, അത് ശരി. എന്റെ മോളും PT മാസ്റ്ററിനാ പഠിച്ചിരിക്കുന്ന. ആണോ? മാമ, ആ. ഇനി അകത്ത് പോയി നമ്മൾ തിരഞ്ഞെടുക്കൊന്നും വേണ്ട. ഇവിടെ വെച്ചങ്ങ് ഉറപ്പിച്ചാലോ? പറഞ്ഞ പോലെ എനിക്കിഷ്ടമാ, പക്ഷെ അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. ആദ്യം അകത്തേക്ക് പോവാം, രണ്ടുപേരും കാണട്ടെ. നല്ലത് എന്താന്ന് വെച്ചാ അതുപോലെ നടക്കും. വാ, അകത്തേക്ക് പോവാം. എത്ര വരെ പഠിച്ചു? PT കഴിഞ്ഞ് ജോലി നോക്കിക്കൊണ്ടിരിക്കുക. ഓ അത് ശരി. എന്റെ സ്കൂളിൽ ട്രൈ ചെയ്തൂടെ? വേക്കൻസി ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ? ഷുവർ. എടാ പൊട്ട് എന്ത്? പൊട്ട് ഒന്നും പറയാതെ കൈയും കെട്ടിയിരിക്കുക. ഞാൻ തുടങ്ങി വെക്കണായിരിക്കും. എന്താ? അല്ല, അച്ഛനല്ലേ പറഞ്ഞ് എന്തെങ്കിലും സംസാരിക്കാൻ, അതുകൊണ്ടാ ഞാന്. അച്ഛനിപ്പോ എന്താ? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയ പോരെ. എന്നാ എനിക്കെന്ത് പറയണമെന്ന് അറിയില്ലല്ലോ. എന്നാ ഒരു കാര്യം ചെയ്, തുറന്നു പറയാൻ ഇഷ്ടമാണോ അല്ലയോ എന്ന്. അപ്പൊ ഞാനതിന് മറുപടി പറയാം. വേറൊന്നും അല്ല, അച്ഛനല്ലേ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കാൻ. ഇഷ്ടമാണെന്ന് പറയണോ? നീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ ഞാനെന്തിനാ പറയുന്നത്? അങ്ങനെയെങ്കിൽ വേറെന്തെങ്കിലും ഒന്ന് ചോദിക്ക്. പാട്ടറിയാമോ, ഡാൻസ് അറിയാമോ എന്നൊക്കെ. വേറൊന്നും അല്ല, അച്ഛൻ പറഞ്ഞില്ലേ സംസാരിച്ചോണ്ടിരിക്കാൻ. പാടാൻ അറിയാമോ? ഡാൻസ് അറിയാമോ? ഇതൊരു നടക്ക് പോവും തോന്നില്ല. എന്താ ഇപ്പൊ ചെയ്യാ? അതെ, എന്റെ കൂടെ ഒന്ന് വന്നേ. ഹേയ്, എന്നെ എവിടേക്ക് കൊണ്ടുവന്നേ? ഇങ്ങോട്ട് വാ. ഡാൻസ് അസലായി കളിക്കും ഞാൻ. പാട്ട് കല്യാണത്തിന് ശേഷം ഞാൻ പഠിച്ചോളാവേ. ഇന്ദിരാനഗർ ഇറങ്ങാനുണ്ടോ? ഇറങ്ങേ. വാമോനെ വീട്ടിലോട്ട് വാ. ഞാൻ വരുന്നില്ല, ഇവിടം അമ്മ വരെ പോയിട്ട് വന്നിട്ട് കേറാതെ പോയാൽ അമ്മ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ? പോയിട്ടോ. ആദ്യം പെണ്ണ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇനി മേലാൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. പോകുന്നവരും വരുന്നവരും പറയാ കുടിച്ച് ലക്കില്ലാതെ റോട്ടിൽ കിടക്കുകയാണെന്ന്. കുടിക്കുന്നെന്ന് പറയുന്നല്ലോ. അവൻ എന്തിനാടാ കുടിക്കുന്നേ? അവൻ കല്യാണം കഴിക്കാൻ ഇരുന്ന പെണ്ണ് അവന്റെ മുമ്പിൽ കിടന്ന് മരിച്ചു പോയത് കൊണ്ടല്ലേടാ അവൻ കുടിക്കുന്നത്. നിന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്ക്. അവന്റെ കുടി ഞാൻ മാറ്റിയെടുക്കാം. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, നിന്റെ മോനെ കണ്ടുണ്ടോന്നല്ല എന്റെ മുള വളർത്തിയത്. അവന് പറ്റിയത് എവിടെയെങ്കിലും ഉണ്ടാവും. പോയി ചോദിക്ക്, അവര് തരും. പോവാൻ നോക്ക്. അങ്ങനെ പറയല്ലേടാ പൊന്നുമോനെ, ഒന്ന് സമ്മതിക്ക്. ഇനി ഇതിനെക്കുറിച്ച് ഒരു വാക്ക് എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, ചേച്ചിയാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ആദ്യം മകനെ നന്നായിട്ട് വളർത്താൻ നോക്ക്. ഇറങ്ങിപ്പോവാൻ പറയുന്നില്ല. അമ്മ എന്തിനാ കരയുന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ വെറുതെ കരയുന്നതെന്ന്? നിന്റെ അമ്മാവന്റെ വീട്ടിൽ പോയി നിനക്ക് ഞാൻ ആ പെണ്ണിനെ ഒന്ന് ചോദിച്ചടാ. അമ്മാവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പോവാ, എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞ എന്നെ കൊണ്ടുവന്നേ. പെണ്ണ് ചോദിക്കാനായിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു അമ്മാവ. അമ്മയുടെ മകൻ നന്നാകാൻ വേണ്ടി അമ്മ ചോദിച്ചു. നിങ്ങളുടെ മകൾ നന്നായിരിക്കാൻ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. അതിന് തെറ്റൊന്നുമില്ല അമ്മാവ. എന്നാൽ ഏത് നേരവും എനിക്കെൻ്റെ ആങ്ങളെയുണ്ട്. പിന്നെ ഞാനെന്തിനു വിഷമിക്കണമെന്ന് ഏത് നേരവും അമ്മാവനെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അധികാരത്തോടെ നിങ്ങളെക്കുറിച്ച് പറയാൻ വേറെ ആരാ ഉള്ളത്? പറ്റില്ല എന്ന് പറയുമ്പോൾ ദേഷ്യപ്പെടാതെ സമാധാനത്തോടെ പറയാമായിരുന്നു. പോട്ടെ, അമ്മാവന്റെ പെങ്ങള് ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. ഒന്ന് സമാധാനിപ്പിച്ച് എൻ്റെ കൂടെ പറഞ്ഞു വിടാൻ നോക്ക്. വാ, എഴുന്നേറ്റ് കഴിക്കേ. അമ്മേ കഴിക്കമ്മേ. അമ്മയൊന്ന് എഴുന്നേക്ക്. നാട് നീളെ ചേട്ടനെ പെണ്ണ് തേടി അലയേണ്ടതല്ലേ? ആരോഗ്യം വേണ്ടേ? കഴിക്കമ്മേ. ഗുളി കഴിച്ചിട്ട് കഴിക്കാൻ നോക്ക്. നിങ്ങളെ രണ്ടുപേരും ഇരട്ടകളാണെങ്കിലും ആദ്യം എന്റെ കണ്ണുകൊണ്ട് അവനെയല്ലടാ ഞാൻ കണ്ടത്. മൂത്തത് അവനല്ലേ. അവനൊന്നും മനസ്സമാധാനത്തോടെ ജീവിച്ചോട്ടെന്ന് കരുതിയ ഞാൻ അമ്മാവന്റെ വീട്ടിൽ പോയത്. എന്റെ അമ്മേ, ആദ്യം അവനോട് കുടി നിർത്താൻ പറ. അവൻ നന്നാവാൻ നമ്മളാണ് വിചാരിക്കണ്ടേ? അവനല്ലേ വിചാരിക്കണ്ടേ? വിചാരിച്ചോളൂടാ. നടക്കുന്ന കാര്യം വല്ലതും പറയാമേ. മണിക്കൂർ നേരം വെള്ളം കെട്ടുന്ന വീടുകളിലുള്ളവർക്കാണ് അടിയന്തര സഹായമായ 10,000 രൂപ നൽകുന്നത്. എന്നാൽ ഒരാഴ്ചയോളം വെള്ളം കെട്ടുന്ന വീടുകൾ പോലും പുറത്തായി. അവിടെ ഇരിക്കെ. ആദ്യം അമ്മയുടെ കാര്യം നോക്ക്. അമ്മേ, മോനെ ഒന്നും ഉണ്ടാക്കില്ലേ? തലവേദന കൊണ്ടൊന്നും കിടന്നു പോയി മോനെ. ഒരു 10 മിനിറ്റ് ഇരിക്കും മോനെ, ഞാൻ ഉണ്ടാക്കി അമ്മേ, തരാം. ഇത് കഴിച്ചിട്ട് പോമേ.
പരിപാടിയാണ് പലർക്കും ഇതാ ഇത്ര താമസിച്ച. നിന്റെ കൂടെ ജനിച്ചവനല്ലേ അവൻ. അവന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ബന്ധം കിട്ടി ജീവിക്കാൻ പോവാ. നീ എത്ര കാലമെന്ന് വെച്ചാ പെണ്ണിന്റെ വിചാരത്തിൽ ഇങ്ങനെ കഴിയാൻ പോണേ? നിന്നെക്കുറിച്ച് ഓർത്ത് രാത്രിയിൽ എനിക്ക് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. ഇതിനകത്ത് എന്തൊരു ഭാരമാണെന്നറിയാവോ? ഞാൻ നിന്നോട് അവസാനായിട്ട് പറയാ, ഈ കുടിയൊന്ന് നിർത്ത് മോനെ. ഇനി ഞാൻ കുടിക്കില്ലമ്മേ. ഞാനാണ് സത്യം കുടിക്കില്ല. വിശ്വസിക്കമ്മേ, കരയാതമ്മേ. സത്യം ചെയ്തില്ല ഞാൻ. ചേട്ടാ, സത്യം ചെയ്യേണ്ടത് കുടിക്കുന്നതിന് മുമ്പാ, കുടിച്ചിട്ടല്ല. ചെയർമാൻ പെട്ടെന്ന് പോകണം. പെട്ടെന്ന് കുടിയുയർത്തിയിട്ട് വിട്ടേക്കണം. നമ്മുടെ പാർട്ടിക്കാരനല്ലെന്ന് കരുതി കണ്ടില്ലെന്ന് അടിച്ചതാ. എനിക്കിട്ട് പണിയാൻ നോക്കിയാ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാ തട്ടിക്കളഞ്ഞത്. ശരി, ഞാനിവിടെ ഒരു പരിപാടി പങ്കെടുക്കാൻ എത്തിയതാ. പിന്നെ വിളിക്കാം. സാറേ, ഇത് നിങ്ങളുടെ രാഷ്ട്രീയ കൊടിയല്ല, നമ്മുടെ ദേശത്തിന്റെ കൊടിയാണ്. അനങ്ങാൻ പാടില്ല. അറ്റൻഷൻ, ഫ്ലാഗ് സല്യൂട്ട്. രാത്രി ഓണം ധരിക്കാൻ വേണ്ടി ഇവൻ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുവാടി. വാടി. അളിയാ, ഇന്നും നോക്കിയളിയാ. എടാ, നീ ചുമക്കള്ളം പറയല്ലേ. സത്യമായിട്ട് നോക്കിയളിയാ. വാ, കാണിച്ചു തരാം. വാ. കണ്ടടാ, കണ്ടാ പിന്നെ നോക്കുന്നുണ്ടോ? പൂവൻ കോഴിയെ പോലെ പുറകാണെന്നാ നോക്കായിരിക്കൂ. നിനക്കും ധൈര്യമില്ല, അവക്കും ധൈര്യമില്ല. എന്നാ നിനക്ക് ഭയങ്കര ധൈര്യമല്ലേ? നീ ഒന്ന് സംസാരിക്കും. എനിക്കെന്താ കാര്യം? നിനക്കല്ലേ ആവശ്യം? കുറെ നാളായല്ലോ, ഇതുവരെ മിണ്ടിയോ നീ? ഒരു പ്രാവശ്യം മിണ്ടിയായിരുന്നു. എന്താ മിണ്ടിയെന്നോ? എപ്പോ? കണ്ടാന്ന് തന്നെ. ശരിയാണോ? എവിടെ വെച്ച്? ഇവിടെ ഈ റോഡിൽ വെച്ച് തന്നെ. അവളെ ജോലിക്ക് പോകായിരുന്നു. ഞാൻ പുറകെ അങ്ങോട്ട് ചെന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ഇയാളൊന്നും വിചാരിക്കരുത്. ഞാനൊന്നും തന്നാലേ നിങ്ങളൊന്നും വിചാരിക്കല്ലേ കേട്ടോ. അന്ന് സംസാരിച്ചതാ അളിയാ. പോടാ. അതിനുശേഷം എപ്പോ അവളെ കണ്ടാൽ എനിക്ക് പേടി വരുളിയാ. അളിയാ പ്ലീസ് ഒന്നും സംസാരിക്കളേ. അളിയാ പോടാ. 24 മണിക്കൂറും കുടിച്ചു നടക്കുന്ന ഒരുത്തനെ എങ്ങനെയാടി പെണ്ണെ പ്രേമിക്കുക? ഭാര്യ കൂടെയുള്ളപ്പോ വേറൊരു പെണ്ണിന്റെ പുറകെ നടക്കുന്ന ഭർത്താക്കന്മാരുള്ളപ്പോ മരിച്ചുപോയ കാമുകിയെ ഓർത്ത് കുടിച്ച് ജീവിതം നശിപ്പിക്കുവാടി അയാള്. അതുകൊണ്ടാ എനിക്ക് അയാളെ ഇഷ്ടം. സാർ, ഗുഡ് ഈവനിങ്. Good സാർ, evening. സാറിന്റെ ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ട് സാർ. ഗേൾ ഫ്രണ്ടോ? പേര്? രേവതി എന്നാ പറഞ്ഞേ. ഇപ്പൊ എവിടെയുണ്ട്? എന്താ ഇഷ്ടായോ? കല്യാണത്തിന് മുമ്പ് പാട്ട് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചതാ. അറിയോ, എന്നെ എയർടെൽ സൂപ്പർ സിംഗറിൽ വിളിച്ചായിരുന്നു. ഞാൻ വോഡഫോൺ യൂസ് ചെയ്യുന്നോണ്ട് പറ്റില്ലെന്നാ പറഞ്ഞ. എന്താന്നറിയോ, പറയുന്നതൊന്നും ചെയ്യുന്നത് വേറൊന്നും ആവരുതല്ലോ. അതുകൊണ്ടാ. എന്ത് കാര്യത്തിന് ഇപ്പൊ ഇവിടെ വന്നേ? എന്ത് കാര്യത്തിനാ വന്നതെന്നോ? സാർ, ബാറ്റ് ഇതാ. ചോദിച്ചു കേട്ടില്ലേ എന്തിനാ വന്നേന്ന്? എന്തിനാ വലിയ ബഹുമാനമൊക്കെ തന്നെ എന്നോട് സംസാരിക്കുന്ന? നിങ്ങളല്ലേ പറഞ്ഞേ സ്കൂളിൽ വാ, നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാന്നൊക്കെ. പിന്നെന്തെങ്ങനെ? അതെ, ഞാൻ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ എന്തിനാ വന്നേ? കെട്ടാൻ പോകുന്ന പെണ്ണിനോടാണോ വേദനിപ്പിച്ചിങ്ങനെ സംസാരിക്കുന്ന? ജോലിക്ക് വന്നെങ്കിൽ നേരെ ഓഫീസിലേക്ക് പോയി ആപ്ലിക്കേഷൻ വാങ്ങി ഫില്ലപ്പ് ചെയ്യാ വേണ്ടത്. ഇന്റർവ്യൂ എടുക്കേണ്ടി വരും. അങ്ങോട്ട് ചെല്ല്. ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നോ? നിങ്ങളുടെ പേര് തമ്പിദുരെ, അമ്മാവന്റെ പേര് ജയപാലൻ, അമ്മായി പത്മാവതി. നിങ്ങൾ ഋഷഭരാശി, കാർത്തിക നക്ഷത്രം. നിങ്ങളുടെ വീട്ടിലും ജാതകം നോക്കി, എന്റെ വീട്ടിലും നോക്കി. ഇനി എന്തിനാ ഇതിൽ കൂടുതൽ ഇന്റർവ്യൂ എടുക്കുന്നത്? ഒരു കാര്യം പറയാം, ഇന്റർവ്യൂ എന്നത് അറിയാൻ വയ്യാത്തവരെ മനസ്സിലാക്കാനുള്ളതാ. എല്ലാം അറിഞ്ഞിട്ട് അറിയാൻ വയ്യാത്തവർ എന്നോട് ചോദിക്കുക. ചുമ്മാ പഠിത്തത്തിലാ കളിയെന്നാ വിചാരിച്ച. ജോലിയിലും എന്റെ ആശാൻ ഇങ്ങനെ തന്നെ അല്ലേ? വീണ്ടും ഞാൻ പറയാ, ഓഫീസിലേക്ക് പോയി ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യേ, ഞാൻ വന്നോളാം. ജോലി സമയത്ത് വന്ന് മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. ആ മോളെ, അച്ഛാ, അച്ഛന്റെ മരുമോൻ എന്നെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. എന്താ മോളെ പറയുന്നേ? അതെ അച്ഛാ, എടി വാടിന്ന് സ്നേഹത്തോട് വിളിച്ചിരുന്ന ആള് ഇപ്പൊ ബഹുമാനം തന്നെ എന്നെ മാറ്റി നിർത്തുക. മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ പറയാ. അതൊന്നും മോള് കാര്യമാക്കണ്ട. രണ്ടുപേരും ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത്. അടുത്തിടപഴകാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വേറൊന്നുമല്ല മോളെ. അച്ഛൻ എന്തോ ഈ പറയുന്ന? ഫോൺ വെക്ക്. അത് ശരി, എന്നോടെന്തിനാ ദേഷ്യപ്പെടുന്നേ? അല്ല, നാണം കുടുങ്ങ. ലെഫ്റ്റിൽ പോയാ സ്പോർട്സ് റൂം കാണാം. അവിടെ ഉണ്ടാവും സാറ്. നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്യാൻ, ഞാൻ വരാം. ശരി സാർ.
അതെ, അകത്തേക്ക് കയറി വരുമ്പോൾ എക്സ്ക്യൂസ് പറയാനൊന്നും അറിയില്ലേ? എക്സ്ക്യൂസ് മീ സർ. എന്നാ തുടങ്ങാം. അതിനു മുമ്പേ കഴിഞ്ഞില്ലേ? മാഡം, ഇന്റർവ്യൂ ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? ആ ആ ചോദിക്ക, പറഞ്ഞു തൊലയ്ക്കാം. വെച്ചിട്ടുണ്ട് ഞാൻ. എന്താ പേര്? പേരില്ല. പ്രായം? കല്യാണപ്രായമായി. ഓ, സ്വന്തം നാട്? സ്വന്തമായിട്ട് നാടാരും വാങ്ങില്ലല്ലോ, വീട് മാത്രമേ ഉള്ളൂ. അതും ഇന്ത്യയിൽ തന്നെയാ. ഓ, ഇന്ത്യ തന്നെയല്ലേ? അത് നന്നായി. എത്ര വരെ പഠിച്ചു? 3ാം ക്ലാസ് വരെ. 3ാം ക്ലാസ്? എവിടെ പഠിച്ചേ? സ്കൂളിൽ തന്നെ. എക്സ്പീരിയൻസ് ഉണ്ടോ? ഹലോ, എന്തില്? ഈ ഗെയിം കളിയിലാ ചോദിച്ചു. ആ, കൈയടിച്ചോട്ടം, കിളിമാസ് കളി എല്ലാം നന്നായിട്ട് കളിക്കും. ഒരുപക്ഷെ സ്കൂളിൽ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനങ്ങ് ഇല്ലാണ്ടായി പോവും. ഇല്ലെന്ന് പറഞ്ഞാ? നീയും പിന്നുണ്ടാവില്ല. അമ്മേ, താങ്ക്സ്. പോവാൻ നോക്ക്, ഫോൺ വരും കേട്ടോ. അതെ സാറേ, ആര് വന്ന് പറഞ്ഞാലും എനിക്ക് ഈ ജോലി വേണ്ട. ഗുഡ് ബൈ. അതെ മാഡം, ഇന്റർവ്യൂ ആണ് പോലും ഇന്റർവ്യൂ. ഇപ്പൊ ശരിയാക്കി തരാം. ഇന്നിനി സ്കൂളിൽ ആരും പഠിക്കണ്ട. ഏ